Chapter 1, Seasons and the Times. The wonders of seasonal changes exhibited by the nature are varied. The winter is seasons where everything is buried in snow. As the winter retrieves, the grass and trees slowly turn green. The spring season arrives with leaves and flowers in different hues. Then summer sets in, begin a due to the rain of spring. Comes the long rainy seasons as a relief to the scorching summer, and then follows the autumn. Trees start shedding their leaf within few weeks in preparation to welcome forthcoming winter. And winter returns, month of severe cold and such astonishing visuals that the nature preparations are more pronouncing in the mid-latitude. While it is new at one place, it midnight elsewhere. Two different days at where the same time on the earth. Just like the wonders of the seasons, the sequence of time is also sequence. You have just read a brief note on a one seasonal changes. കാലത്തിനനുസരിച്ച് പ്രകൃതി നമുക്ക് ഒരുപാട് വിസ്മയങ്ങൾ ഒരുക്കാറുണ്ട്. അതായത് കാലത്തിനനുസരിച്ച് പ്രകൃതി ഒരുക്കുന്ന വിസ്മയങ്ങൾ പലതാണ്. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ കൊടും ശൈത്യത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് മഞ്ഞ് മൂടുന്ന ഒരു കാലമാണ് മഞ്ഞുകാലം അഥവാ ശൈത്യകാലം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ശൈത്യകാലം അവസാനിക്കുന്നതല്ല, ശൈത്യകാലം പിൻവാങ്ങുന്നതോടുകൂടി പുൽനാമ്പുകളും അതേപോലെ തന്നെ വൃക്ഷത്തലപ്പുകളും പതിയെ വീണ്ടും പച്ചപ്പണിയാനായിട്ട് തുടങ്ങുന്നു. പലതരത്തിലുള്ള ഇലകൾ പൂക്കളൊക്കെ ഉണ്ടാവുകയും വസന്തകാലം വന്നണയാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വസന്തത്തിൻ്റെ ഒരു തേരോട്ടം, അങ്ങനെ വസന്തം ഉണ്ടാവുകയും പിന്നീട് ഇല പൊഴിയും കാലമായി, ഇലകൾ പൊഴിഞ്ഞു പോകുന്ന കാലമാകുന്നു. ഏതാനും ആഴ്ചകൾ കൊണ്ട് എല്ലാ വൃക്ഷങ്ങളും അതിൻ്റെ ഇലകളെല്ലാം പൊഴിച്ച് കളയുന്നു. വീണ്ടും വരാനും പോകുന്ന മഞ്ഞുകാലത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം മഞ്ഞുകാലം വരാൻ പോവാന്ന്. കണ്ടോ, അങ്ങനെ വീണ്ടും ശൈത്യകാലം വന്നു. അപ്പോൾ ഇനിയും കുറേ മാസങ്ങൾ കൊടും ശൈത്യമായിരിക്കും അല്ലെങ്കിൽ കൊടും തണുപ്പായിരിക്കും. ഈ ഒരു വിസ്മയ കാഴ്ച അത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് കാണുന്നത് മധ്യ അക്ഷാംശങ്ങളിലാണ്. അതായത് പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന ഈ വിസ്മയങ്ങളുടെ പൂർണ്ണമായിട്ടും ഏകദേശം നല്ലതായിട്ട് കാണാൻ കഴിയുന്നത്, പൂർണ്ണതയോടെ കാണാൻ കഴിയുന്നത് മധ്യ അക്ഷാംശങ്ങളിലാണ്. മകളെ നിങ്ങൾ നോക്കൂ, ഒരിടത്ത് ഉച്ച സമയമായിരിക്കും, മറ്റൊരിടത്ത് അർദ്ധരാത്രി ആയിരിക്കും. അങ്ങനെ ഭൂമിയിൽ ഒരേ സമയം 2 ദിവസങ്ങൾ അനുഭവപ്പെടുന്നു. 2 ദിവസങ്ങൾ ഉദ്ദേശിക്കുന്നത് രാത്രിയും പകലുമാണ് കേട്ടോ.
ലോകത്തിൻ്റെ സമയക്രമം ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മായക്കാഴ്ചകൾ എന്ന പോലെ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ പകലായിരിക്കും, ഇന്ത്യയിൽ രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലായിരിക്കും. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സമയമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ വായിച്ചു. അപ്പം മഞ്ഞുകാലവും മഴക്കാലവും വേനൽക്കാലവും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ കാലത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളെയാണ് ഋതുഭേദങ്ങൾ അഥവാ സീസൺസ് എന്ന് വിളിക്കുന്നത്. സമ്മർ ആൻഡ് റെയിനി സീസൺസ് one after other, such a change on the earth is known as seasonal changes. അതായത് മഞ്ഞ്, മഴ, വേനൽ എന്നിവയെല്ലാം ഉണ്ടാകാറുണ്ട്. ഇനി കാലങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കാലങ്ങളുടെ ഓരോ തരത്തിലുള്ള മാറ്റങ്ങളെയാണ് സീസണൽ ചേഞ്ചസ് അല്ലെങ്കിൽ സീസണൽ ചേഞ്ച് അഥവാ ഋതുഭേദങ്ങളെന്ന് നമ്മൾ പറയുന്നത്. യു ഹാവ് ലേൺഡ് ദാറ്റ് ദർ ഈസ് പീരിയോഡിക് വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ ഓവർ ഡിഫറെന്റ് പ്ലേസസ് ഇൻ ബോത്ത് ഹെമസ്ഫിയേഴ്സ് ഓഫ് ദി എർത്ത്. അപ്പോൾ സൂര്യൻ്റെ ഊർജത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ലഭ്യതയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഋതുക്കൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺസ് ഉണ്ടാകാനുള്ള കാരണം. വേരിയേഷൻ ഇൻ എമൗണ്ട് ഓഫ് ദി സൺഷൈൻ ആർ ദ ഇമ്പോർട്ടൻ്റ് സ്പെഷ്യൽ features of different seasons the earth. Evolution and tilts of the axis are the reasons for these variations. അപ്പോൾ നോക്കി, സൂര്യൻ്റെ ഊർജത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ ഋതുക്കൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇത്തരത്തിൽ ഋതുക്കൾ മാറി മാറി ഉണ്ടാകുന്ന കാരണമെന്ന് പറയുന്നത് ഭൂമിയുടെ ചരിവ്. ഭൂമിക്കൊരു ചരിവുണ്ട്. ആ ഭൂമിയുടെ ചരിവും അതേപോലെ തന്നെ അച്ചുതണ്ടിൻ്റെ സമാന്തരതയുമാണ് ഈ ഒരു സീസൺസ് ചേഞ്ചസ് ഉണ്ടാകുന്ന കാരണങ്ങൾ. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ആൻ ഇലക്ട്രിക്കൽ orbit that the earth revolves around the sun. This is known as evolution. ഭൂമി ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥമുണ്ട്. ആ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ അതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ഓർബിറ്റ്. ആ ഇലക്ട്രിക്കൽ ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഇലക്ട്രിക്കൽ ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പരിക്രമണം അഥവാ എവല്യൂഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് പരിക്രമണം അഥവാ എവല്യൂഷൻ? അതായത് ഒരു ഇലക്ട്രിക്കൽ ഓർബിറ്റിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് എവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് പറയുന്നത്. യു ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ദ ആക്സിസ് ഓഫ് ദി എർത്ത് it's tilted at an angle of 66.12 degrees from the orbits of plane. If measure from the vertical plane, this would be 2312 degrees. The earth maintained this tilt throughout this revolution. This is known as the parallelism. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ഭൂമിയുടെ അച്ചുതണ്ടിന് ചരിവുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സിൽ.
അതെത്രയാണെന്ന് നിങ്ങൾക്കറിയാം. 66.5 ഡിഗ്രിയാണ് ആ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചരിവ് 66 ഡിഗ്രി ലംബതലത്തിൽ നിന്ന് നോക്കിയാൽ ഈ ആ ചരിവിൻ്റെ അളവ് ഏതാണ്ട് 23.5 ഡിഗ്രിയാണ്. അവിടെ ചിത്രം നോക്കുക. അവിടെ ഭൂമി 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. രാത്രിയും പകലും. രാത്രി ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലപ്പോൾ പകലായിരിക്കും. അതായത് 2 ഭാഗങ്ങളായിട്ട് ഭൂമിയെ വിഭജിച്ചിരിക്കുന്നു. ദക്ഷിണ ധ്രുവത്തിൽ അഥവാ തെക്കൻ ധ്രുവത്തിൽ രാത്രിയും വടക്കൻ ധ്രുവം അഥവാ ഉത്തര ധ്രുവത്തിൽ നോർത്ത് ഹെമിസ്ഫിയറും പകലുമായിരിക്കും. അപ്പോൾ ഈ ചരിവ്, ഈ അച്ചുതണ്ടിൻ്റെ ഈ ചരിവ് ഭൂമി പരിക്രമണം ചെയ്യുന്ന എല്ലാ സമയത്തും അത് അതേപോലെ നിലനിർത്തുന്നുണ്ട്. സൺ ആൻഡ് എർത്ത്, നിയർ ആൻഡ് ഫാർ, the distance between the earth and the sun will vary continuously the period of one revolution. The days on which sun and the earth are nearest and farthest and shown in the diagram. These days are known as perihelion and aphelion respectively. ഭൂമിയും സൂര്യനും പലപ്പോഴും അടുത്തും അകന്നും വരാറുണ്ട്. അപ്പോൾ ഒരു പരിക്രമണ വേളയിൽ ഭൂമിക്കും അതേപോലെ തന്നെ സൂര്യനും ഇടയ്ക്ക് നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനുമുണ്ട്, അതേപോലെ തന്നെ ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു നിൽക്കുന്നതിനുമുണ്ട്. ഈ ദിവസങ്ങളെ യഥാക്രമം നമുക്ക് സൂര്യ സമീപക ദിനം അഥവാ പെരിഹീലിയോൺ എന്നും സൂര്യോച്ചം അഥവാ അഫിഹീലിയം എന്നും പറയാം. അങ്ങനെ സൂര്യനോട് ഭൂമി അടുത്ത് വരുമ്പോൾ ഭൂമിയിൽ കൂടുതൽ സൗരോർജം ലഭ്യമാകുന്നു. ഒബ്സർവ് ദ പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ് ഫ്രം ദ ഡയഗ്രാം. സിൻസ് ദ പാരലലിസം ഈസ് ദ മെയിൻറ്റെയിൻ സെയിം ദ ത്രൂ ഔട്ട് revolution, the position of sun in relation to the earth variously apparently between Tropic of Cancer 22.5 degrees north and Tropic of Capricorn 23 ഡിഗ്രി തെക്ക് 23.5 degrees south. This is known as the apparent of the sun. ചിത്രത്തിലൂടെ ചില ദിവസങ്ങളിലെ ഭൂമിയുടെ ഒരു ചെരിവ് കാണിച്ചിട്ടുണ്ട്. ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിൽ ഉടനീളം നിലനിർത്തുന്നതിനാൽ ഭൂമി നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു. സൂര്യൻ ഉത്തരായന രേഖ അതായത് 23.5 ഡിഗ്രി വടക്ക്, മറ്റൊന്ന് ദക്ഷിണായന രേഖ അതായത് 23.5 ഡിഗ്രി തെക്ക്. ഇവയ്ക്കിടയിലായിട്ട് ആപേക്ഷികമായിട്ടുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് സൂര്യൻ്റെ അയനമെന്ന് പറയുന്നത്. അതായത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ഇൻക്ലിനേഷൻ ഓഫ് ആക്സിസ് ഈസ് ദ റീസൺ ഫോർ ദ occurrence of seasons. Look at the picture. For the different position of the earth during a single revolution, 1 year around the sun are depicted in. There is variation in the sunlight that falls on the earth due to the apparent movement of the sun. The sun rays fall vertically over one hemisphere during one half of the year and one other the hemisphere during the
other half. Temperature will be higher over those places where the vertical rays of the sun fall. Temperature be low at places where the sun's rays are slanting lots. ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് അച്ചുതണ്ടിന്റെ ചരിവ്, ആ ചരിവ് മൂലമുള്ള സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുക്കൾക്ക് കാരണമാകുന്നത്. ഭൂമിയുടെ ഒരു പരിക്രമണ കാലത്തിൽ, അതായത് ഒരു വർഷമാണല്ലോ ഭൂമി പരിക്രമണം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു പരിക്രമണ കാലത്ത്, ഒരു പരിക്രമണം എന്ന് വെച്ചാൽ സൂര്യനെ ഒരു തവണ ചുറ്റി തീരാനായിട്ട്, ആ ഒരു പരിക്രമണ കാലം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ആ ഒരു പരിക്രമണ കാലത്ത് ആ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത്. സൂര്യന്റെ അയനം മൂലം സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. വർഷത്തിന്റെ ഒരു പകുതി, അതായത് 6 മാസം ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ, അതായത് അടുത്ത 6 മാസം ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്നത്. അപ്പോൾ ഈ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നിടത്ത് ചൂട് പൊതുവെ വളരെ കൂടുതലായിരിക്കും. നമ്മൾ 9ൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അത് 9ൽ നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അതായത് സൂര്യൻ്റെ ഒരു പാഠം പഠിക്കുന്നുണ്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ, സർവവും സൂര്യനാൽ. ആ പാഠത്തിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ലംബരശ്മികൾ പതിക്കുന്നിടത്ത് ചൂട് പൊതുവെ കൂടുതലായിരിക്കും, ചരിഞ്ഞ് പതിക്കുന്നിടത്ത് ചൂട് പൊതുവെ കുറവായിരിക്കും. ദ ഡിഫറെൻറ്റ് സീസൺസ് സ്പ്രിംഗ് ആൻഡ് സമ്മർ, autumn and winter get repeated in a cyclic manner. A seasonal changes are not usually very obvious in the tropical regions because of the incidence of large amount of sun's rays. Throughout the year, seasons are not distinctly felt in Kerala. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യൻ്റെ പ്രകാശം ലഭിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേരെ മുകളിലാകുന്നു. ഇത് 2 ദിവസങ്ങളിൽ വരാറുണ്ട്. അതായത് മാർച്ച് 21 സെപ്റ്റംബർ 23 മാർച്ച് 21 സെപ്റ്റംബർ 23. അതുകൊണ്ട് തന്നെ ഈ 2 അർദ്ധഗോളത്തിലും, അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും പകലുകളുടെ അളവ് തുല്യമായിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഈ ദിവസങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ആ കാലയളവിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് നീങ്ങുന്നു. ജൂൺ 21 ആകുമ്പോഴത്തേക്കും, ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം വരുന്നത്. ഇതിനെ ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോൾസ്റ്റിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവസമാണ് ഏറ്റവും ദൈർഘ്യമുള്ള പകൽ ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാകുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയുമായിരിക്കും.